Hi all, I'm Midun. Welcome to Codigo, the Coding Hub. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് റിയൽ ലൈഫായിട്ട് തന്നെ ഫസ്റ്റ് കണക്ട് ചെയ്യാം. നമ്മുടെ ലൈഫിൽ എപ്പോഴും ബേസ്ഡ് ഓൺ കണ്ടീഷൻ ആണ് പല കാര്യങ്ങളും ചെയ്യാറ് അല്ലെ. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഇന്ന് വൈകുന്നേരം ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ബാംഗ്ലൂരേക്ക് പോകും അല്ലെ. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ. ഇന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ബാംഗ്ലൂരേക്ക് പോകുന്ന പറയുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല അല്ലെ. അവിടെ രണ്ട് ആക്ഷൻ ഉണ്ട്. ഒന്നുകിൽ ബാംഗ്ലൂരേക്ക് പോകും, അല്ലെങ്കിൽ ബാംഗ്ലൂരേക്ക് പോവില്ല, ഇവിടെ തന്നെ നിൽക്കും. പക്ഷെ അത് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. രണ്ടും ഒരേ സമയത്ത് നടക്കുമോ? ഇല്ല, ഏതെങ്കിലും ഒന്നേ ഒരു സമയത്ത് നടക്കുള്ളൂ. റൈറ്റ്, ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് അല്ലെ. അപ്പൊ അവിടെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടീഷണൽ ആക്ഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ. നമുക്ക് അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. If flight ticket available, I can fly to Bangalore. അല്ലെ, if condition അല്ലെ, if flight ticket available, I can fly to Bangalore. Else I cannot fly. അല്ലെ, നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നമ്മൾ സംസാരിക്കുമ്പോൾ ആ രീതിയിൽ സംസാരിക്കാറുണ്ട് പല കേസുകളിലും. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ അല്ലെ. ആ കണ്ടീഷൻ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലെ. നമ്മൾ നോർമലി കളിക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, മഴയാണെങ്കിൽ ഇന്ന് ഞാൻ കളിക്കാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല അല്ലെ. സംതിങ് അങ്ങനെയും പറയാറുണ്ട് പല കാര്യങ്ങൾ. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് പറയാറ്. ഓക്കെ, അപ്പോ കണ്ടീഷണൽ ആക്ഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ട് പൈത്തൺ ഈസ് വെരി സിമിലർ ടു അവർ ഡേ ടു ഡേ ലൈഫ് പ്രോഗ്രാം, ഡേ ടു ഡേ ലൈഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ്. നമ്മൾ പ്രോഗ്രാമിംഗിലും അതുപോലെ തന്നെയാണ് യൂസ് ചെയ്യാറ്. സോ നമുക്ക് ഒരുപാട് കോഡ് ഉണ്ട് അല്ലെ. നമ്മൾ ഇന്നലെ കുറെ കോഡ് എഴുതി, പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി, അങ്ങനെ പല കോഡും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെന്റ്സ് മാത്രം. സ്റ്റേറ്റ്മെന്റ്സ് മീൻസ് ഒരു ലൈൻ ഓഫ് കോഡ് അല്ലെ. ആ കോഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്യണം ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, അതായത് ഇപ്പം ഫ്ലൈറ്റ് അവൈലബിൾ, അത് കണ്ടീഷൻ ഓക്കെ ആണ്, ഫ്ലൈറ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ പോകും. അതേപോലെ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക കുറച്ച് കോഡ്, അല്ലെങ്കിൽ വേറെ കുറച്ച് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നും പറയാറുണ്ട്. സെലക്ടീവ്ലി എടുക്കുക, എല്ലാ സ്റ്റേറ്റ്മെന്റ്സും എടുക്കാതെ സെലക്ടീവ്ലി എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ വേറെ ലാംഗ്വേജുകളിൽ നിന്ന് വന്നവരാണെങ്കിൽ, അതായത് ജാവയോ അങ്ങനെയുള്ളവർ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. സ്വിച്ച്, if else, ladder, lot of things. ഓക്കെ, നമുക്ക് പൈത്തണിൽ ഉണ്ട്. സ്വിച്ച് നമുക്കില്ല, പൈത്തണിൽ നമുക്ക് സ്വിച്ച് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം if ആണ്, പിന്നെ elif. ഓക്കെ, if elif ladder. ഓക്കെ, നമുക്ക് ആദ്യം if നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വെരി ബേസിക്. if else. ഓക്കെ, വെരി സിമ്പിൾ. എങ്ങനെയാ സംഭവം? if. ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ ആണ് ഞാൻ എഴുതുന്നത്. if then a condition, ഒരു കണ്ടീഷൻ എഴുതാം. ഓക്കെ, then colon, if condition colon. Okay, then print. Okay, not printing anything, I'm just now just trying a structure. Okay, then else. Okay, else colon, then statements. Okay, so this is actually known as if block that contains statements അല്ലെ. നമ്മൾ if ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്. എൽസ് കേസിലോ ഇവിടെ എൽസിന്റെ ബ്ലോക്ക് എന്ന് പറയും. ഓക്കെ, എൽസ് ബ്ലോക്ക്. ക്ലിയർ, റൈറ്റ്? വെരി സിമ്പിൾ. ഓക്കെ, if block, else block. ഓക്കെ, സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാണുമ്പോൾ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ബിഗിനേഴ്സിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനത് ഫ്രം സ്ക്രാച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ വേറെ ലാംഗ്വേജ്, ജാവ അങ്ങനെയുള്ള ലാംഗ്വേജുകളിൽ നിന്നൊക്കെ വന്നവരാണെങ്കിൽ കുറെ ബ്രാക്കറ്റ് കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. പൈത്തണിൽ അതൊന്നുമില്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഓക്കെ, ദിസ് കോളൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. if കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഷുഡ് ബി എ കണ്ടീഷൻ ഉണ്ടാവണം. കണ്ടീഷൻ കഴിഞ്ഞാൽ ഒരു കോളൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എല്ലാ കൺസെപ്റ്റുകൾക്കും ഓരോ സ്ട്രക്ചർ ഉണ്ടാവും. ഇപ്പം പ്രിന്റിന് ഒരു സ്ട്രക്ചർ, പ്രിന്റ് എങ്ങനെയായിരിക്കണം, പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇത്, പിന്നെ ബ്രാക്കറ്റ്, അതിന്റെ കൂടുതൽ എന്താണ് ഇൻപുട്ട് കൊടുക്കണം, അങ്ങനെ ഒരു എല്ലാത്തിനും ഓരോ സ്ട്രക്ചർ ഉണ്ടാവും.
ഓക്കെ, അപ്പൊ ഈഫ് സ്റ്റേറ്റ്മെന്റുകളുടെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ഈഫ് ഒരു കണ്ടീഷൻ, കോളൻ, ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെന്റ്സ്, എൽസ്, കോളൻ, സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, ഈ ലൈൻസ് എന്തിനാ ഞാനൊരു ഗ്യാപ്പ് ഇട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സോ ഇതാണ് ഇതിന്റെ മാർജിൻ കേട്ടോ, ലൈൻ. അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ, നമ്മളിപ്പം പൈച്ചാമിലേക്ക് വരികയാണെങ്കിൽ സി ദിസ് മാർജിൻ. ഓക്കെ, ഇതാണ് മാർജിൻ. പക്ഷേ ഞാൻ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ തന്നെയാണ്. ഇത് ഞാൻ കുറച്ച് ഗ്യാപ്പ് അത് എഴുതുമ്പോൾ വന്നു പോയതാണ്. ഓക്കെ, സോ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെയാണ്. സോ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഈ കണ്ടീഷന്റെ കോളം കഴിഞ്ഞിട്ട് ദർ ഈസ് എ സ്പേസ്. ഓക്കെ, ദിസ് സ്പേസ്, ഈ കാണുന്ന സ്പേസ് ഉണ്ടോ, ഇത് സ്പേസ് എന്താണത്? ഇവിടെയുണ്ട് ഇതുപോലെ ഒരു സ്പേസ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റ് ലാംഗ്വേജുകളിൽ, ഇപ്പം ജാവ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ട് ഒരു 4-5 സ്റ്റേറ്റ്മെന്റ്സ് ഒരു ഗ്രൂപ്പാണ്, അവരൊരു ടീമാണ്, അല്ലെ അവരൊരു സാധനമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്, നമ്മളൊരു ഗ്രൂപ്പ് ഒക്കെ ആക്കുക, ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെ ആക്കാൻ വേണ്ടി ജാവയിലൊക്കെ യൂസ് ചെയ്യുന്നത് കേളി ബ്രാക്കറ്റുകളാണ്. ഓക്കെ, ഈ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ളിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, കേളി ബ്രാക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇതിനുള്ളിൽ എന്തൊക്കെ എഴുതുന്നു അത് മൊത്തം ആ ഗ്രൂപ്പാണ്, അവരുടെ ഗ്രൂപ്പാണ്. ഓക്കെ, അങ്ങനെയാണ് ജാവയിലൊക്കെ ചെയ്യാറ്. ഓക്കെ, hope you able to view this. ഓക്കെ, പക്ഷേ പൈത്തണിൽ അങ്ങനെ ഒരു ബ്ലോക്ക് കൺസെപ്റ്റ്, അങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് കൺസെപ്റ്റ് അല്ല. പൈത്തണിൽ ഇൻഡന്റേഷൻ കൺസെപ്റ്റ് ആണ്. ഇൻഡന്റേഷൻ കൺസെപ്റ്റ്. ഓക്കെ, എന്താണ് ഇൻഡന്റേഷൻ? ഇൻഡന്റേഷൻ ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഈ ഒരു സ്പേസ് വിട്ടിട്ട്, അതായത് നമ്മൾ ഇതാണ് മാർജിൻ, നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മാർജിൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ പൈജാമില്. ആ മാർജിൻ നിന്ന് നമ്മൾ നോർമലി കോഡ് ചെയ്യുന്നു. പക്ഷെ ഈ കണ്ടീഷൻ, അതായത് കോളൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടുന്ന സ്റ്റേറ്റ്മെന്റ്സ്, നോക്കിക്കോ, എല്ലാ സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോൾ 4 ലൈൻസ് ഇട്ടിട്ടുണ്ട്. 4 ലൈൻസ് മീൻസ് 4 സ്റ്റേറ്റ്മെന്റ്സ് ആട്ടോ. ഈ 4 ലൈൻസും ഞാൻ ഒരു സ്പേസ് വിട്ടിട്ടാണ് എഴുതിയത്. ഈ സ്പേസിനെ പറയുന്ന പേരാണ് ഇൻഡന്റേഷൻ. അതെന്തിനാ? ആ സ്പേസ് വിട്ട് എഴുതുന്ന ലൈൻസ് മൊത്തം ഒരു ഗ്രൂപ്പാണ്. അതായത് ഈ 4 ലൈനും ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഒരേ സ്പേസ് വിട്ട് എഴുതുന്നതൊക്കെ എന്താണ്? ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടെ എൽസിന്റെ കേസിലും ഈ ഒരേ സ്പേസ് വിട്ട് എഴുതുന്നതൊക്കെ ഒരേ ഗ്രൂപ്പാണ്. അപ്പൊ പൈത്തണിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ വൺ മോർ തിങ്, എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്? ഓക്കെ, ഇഫ് കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ പ്രോഗ്രാമിന്റെ? അത് ഒന്നുമില്ല, എനി സ്റ്റേറ്റ്മെന്റ്, എന്ത് സ്റ്റേറ്റ്മെന്റും ആവാം, ബട്ട് അതിന്റെ ഔട്ട്പുട്ട്, ഓക്കെ, എനി സ്റ്റേറ്റ്മെന്റ്സ് ഔട്ട്പുട്ട് ഷുഡ് ബി ബൂലിയൻ. ബൂൽ. ഓക്കെ, ഏത് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, ഇവിടെ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എനി പ്രോഗ്രാം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്ത് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഉണ്ടായാൽ മതി. I don't understand. എന്തായിരിക്കും? Yeah, I will explain. If 5 greater than 3 കണ്ടീഷൻ ആണ്. 5 greater than 3 എന്ന് പറയുമ്പോൾ 5 അതിന്റെ വാല്യൂ എന്താ? ട്രൂ അല്ലെ? ട്രൂ ഒരു ബൂലിയൻ വാല്യൂ ആണ്. സോ അതൊരു കണ്ടീഷൻ ആണ്. സോ എന്ത് സ്റ്റേറ്റ്മെന്റ്സ് ആയിക്കോട്ടെ, അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വരികയാണെങ്കിൽ അതൊരു കണ്ടീഷൻ ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്? ഈ കണ്ടീഷന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷന്റെ ഫൈനൽ വാല്യൂ നമ്മൾ പറഞ്ഞു എന്ത് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, ആ കണ്ടീഷന്റെ ഫൈനൽ വാല്യൂ ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. നേരെ തിരിച്ച് ഈ കണ്ടീഷന്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ, കണ്ടീഷന്റെ വാല്യൂ ഫോൾസ് ആവല്ലോ. ഇപ്പൊ ഞാൻ 5 greater than 3 ക്ക് പകരം 5 ഇങ്ങനെ എഴുതാലോ എനിക്ക്. ഓക്കെ, ഇങ്ങനെ എഴുതാം എനിക്ക്. ഈ 5 less than 3 എഴുതാലോ. 5 3നേക്കാൾ ചെറുതാണ്. ഫോൾസ് അല്ലേ? ഇത് ഫോൾസ് ആണ് അല്ലെ? ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ കണ്ടീഷന്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യും? ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, കണ്ടീഷന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും.
കണ്ടീഷന്റെ വാല്യൂ ഫാൾസ് ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് if. അപ്പൊ if നമ്മളൊരു കണ്ടീഷൻ എഴുതുന്നു, കോളൻ ഇടുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈഫിന്റെ ബ്ലോക്ക് എഴുതുന്നു, എങ്ങനെ ഇൻഡന്റേഷൻ വെച്ചിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്, ഓക്കെ, സ്പേസ് വിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് എൽസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എൽസ് ഇട്ട് കോളൻ ഇടുന്നു, എൽസിന്റെ ബ്ലോക്ക് എഴുതുന്നു. അപ്പൊ ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫിന്റെ ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ എൽസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. റിമെമ്പർ വൺ ഗോൾഡൻ റൂൾ, ഒരിക്കലും ഈ സ്റ്റേറ്റ്മെന്റ്സും ഒരേ സമയത്ത് എക്സിക്യൂട്ട് ആവില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. വെരി ഇമ്പോർട്ടന്റ് റൂൾ. ഓക്കെ, ഒരു കാരണവശാലും രണ്ട് ബ്ലോക്കും ഒരേ സമയത്ത് എക്സിക്യൂട്ട് ആവുകയില്ല. Got the idea? It's very important rule. Okay, yeah, let's go to the programming. Okay, so let's open PyCharm and let's write a very simple program. Very simple program. Yeah, okay, so I'm finding biggest number of 2. Okay, very simple program. Okay, I'm getting a variable a equal to 10, b equal to 20. So I just want to find which one is the biggest. So what is my condition? If a ന്റെ value greater than b ആണെങ്കിൽ, see ഇവിടെ ഞാൻ പറഞ്ഞു ആ സ്പേസ് വിട്ടിട്ട് നിങ്ങൾ എഴുതണം. നിങ്ങൾ ആ സ്പേസ് വിട്ട് എഴുതിയില്ലെങ്കിലും നിങ്ങൾ തന്നെ ഇന്റൻഷനലി ആ സ്പേസ് വിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് എഴുതിയിട്ട് എന്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്പേസ് അവിടെ വരും. സി ഞാനിപ്പോൾ സ്പേസ് ഞാൻ കൊടുത്തിരുന്നില്ല. സി ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഞാനൊരു കോളൻ ഇട്ടു, ജസ്റ്റ് എന്റർ, ഓട്ടോമാറ്റിക്കലി ആ സ്പേസ് അവിടെ വരും. ഓക്കെ, then I can just directly print എന്താ പ്രിന്റ് ചെയ്യുന്നത്, a is bigger value. ഓക്കെ, അല്ലാതെ കേസിലോ, else case, else print b is bigger value. That's it. Simple, right? Very simple. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. if the condition, ഈഫിന്റെ ബ്ലോക്ക് ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ്സേ ഉള്ളൂ. നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലോ, നമുക്ക് വേണമെങ്കിൽ ഒരു ഹായ് ഒക്കെ കൊടുക്കാം. പ്രിന്റ് കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ, അതിന്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. പ്രിന്റ് ഹായ് എന്നിട്ട് ലാസ്റ്റ് പ്രിന്റ് ബൈ. ഓക്കെ, ബൈ. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല കേട്ടോ, ഇത് രണ്ടാമതും പറയുന്നത് ഇതിന്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് കുറെ എത്ര സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലും കൊടുക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ഹലോ കൊടുക്കാം, എൽസ് കേസിന്റെ പ്രിന്റ് ഹലോ, ഇവിടെ പ്രിന്റ് ബൈ എന്ന് കൊടുക്കാം. ഓക്കെ, ബൈ. സി ജസ്റ്റ് വാച്ച് ഇറ്റ്. ഇവിടെ ഞാൻ എന്തിനാ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയ? ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി ശരിക്കും, പ്രിന്റ് എ ഇസ് ബിഗർ വാല്യൂ എന്ന് മതി. ഞാൻ 3 സ്റ്റേറ്റ്മെന്റ്സ് എഴുതി എന്തിനാ? ഇവിടെ ഒരു ബ്ലോക്ക്, ഈ സ്പേസ്, അതായത് ഈ സ്പേസ് വിട്ട്, ഈ സ്പേസ് കണ്ടോ നിങ്ങൾ, ഇവിടെ ഈ ഇട്ടിരിക്കുന്ന സ്പേസ്, അതാണ് ഇൻഡന്റേഷൻ. ആ ഈ സ്പേസ് വിട്ട് എഴുതുന്നതൊക്കെ ഒരു ബ്ലോക്ക് ആണ്. ഓക്കെ, അതുപോലെ എൽസിന്റെ ബ്ലോക്ക് ആണ് ഇത്. ക്ലിയർ? അപ്പൊ ഇക്കോട്ടെ ക്ലിയർ ഐഡിയ. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോ ഏതാ വർക്ക് ചെയ്യാ? എ ഗ്രേറ്റർ ദാൻ ബി, എന്റെ വാല്യൂ 10 ആണ്, ബിന്റെ വാല്യൂ 20 ആണ്. അപ്പോ 10 ഗ്രേറ്റർ ദാൻ 20, 10 20നേക്കാൾ വലുതാണ് ആണോ? അല്ല. അപ്പൊ കണ്ടീഷൻ എന്താ? ഫാൾസ് ആണ്. കണ്ടീഷന്റെ വാല്യൂ ഫാൾസ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് അല്ല എക്സിക്യൂട്ട് ആവുക, എൽസ് ആണ് എക്സിക്യൂട്ട് ആവുക, അല്ലെ? അപ്പൊ എന്താ വരിക? ഔട്ട്പുട്ട് ഹലോ ബി ഈസ് ബിഗർ വാല്യൂ ബൈ. ഇതാണ് കിട്ടേണ്ടത്. നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, യാ. സോ ലെറ്റ്സ് വെയിറ്റ്. യാ, hello b is bigger value by, correct, right? So what we are expecting, we are getting the same output. Okay, so this is the very simple if program. Hope you got the clear idea. ഇതിനകത്ത് വേറെ ഒരുപാടൊന്നുമില്ല. ഈ കണ്ടീഷൻ എന്തും ആവാം, ഞാൻ അതാണ് പറഞ്ഞത്. കണ്ടീഷൻ ക്യാൻ ബി എനിത്തിങ്, എനി സ്റ്റേറ്റ്മെന്റ്. അത് ചിലപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് കമ്പൈൻ ചെയ്ത സ്റ്റേറ്റ്മെന്റ്സ് ആവാം. ബട്ട് അതിന്റെ ഫൈനൽ വാല്യൂ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, hope you got the idea. Okay, so that's it. If അത്രേ ഉള്ളൂ. I will give you some questions to execute. ഒരു വാല്യൂ എടുക്കുക, age. So this is actually a homework, I mean a work for you, a task for you. ഒരു വേരിയബിൾ എടുക്കുക, age equal to some value 25 or something. ഏജിന്റെ വാല്യൂ 18 കൂടുതലാണെങ്കിൽ, 18 18ൽ കൂടുതലോ ആണെങ്കിൽ മേജർ എന്ന് പ്രിന്റ് ചെയ്യുക, അതിൽ താഴെയാണെങ്കിൽ മൈനർ എന്ന് പ്രിന്റ് ചെയ്യുക. അതൊരു ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ, ഇഫ് യു വാണ്ട്, ജസ്റ്റ് യു ചെക്ക് ഇറ്റ്. ഓക്കെ, ഒരു വേരിയബിൾ എടുക്കുക, ഏജ് ഈക്വൽ ടു 25. എന്നിട്ട് എന്ത് ചെയ്യണം? ഏജിന്റെ വാല്യൂ 25 എന്നല്ല, എന്ത് വാല്യൂ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഏജ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കാം. ഏജിന്റെ വാല്യൂ 18 18ൽ കൂടുതലോ ആണെങ്കിൽ മേജർ എന്ന് പ്രിന്റ് ചെയ്യുക,
18 താഴെയാണെങ്കിൽ മൈനർ എന്ന് പ്രിന്റ് ചെയ്യുക. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു നമ്പർ എടുക്കുക, നമ്പർ ഈക്വൽ സംതിങ് എനിത്തിങ്. ഓക്കെ, ഈ നമ്പർ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് ഈഫ് വെച്ചിട്ട് കണ്ടുപിടിക്കും. സോ അത് ലിറ്റിൽ ട്രിക്കി ആയിരിക്കും, ലിറ്റിൽ ട്രിക്കി യു നീഡ് ടു യൂസ്. ഓക്കെ, ബട്ട് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു സാധനങ്ങളും ഇല്ല. എവറിത്തിങ് നമ്മൾ ഈ ജേർണിയിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു നമ്പർ എടുക്കുക, ആ നമ്പർ ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് പ്രിന്റ് ചെയ്യുക ബൈ യൂസിങ് ഈഫ്. സോ ഇതാണ് നിങ്ങൾക്കുള്ള 2 ടാസ്ക് ഇന്ന്. ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ ക്ലിയർലി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് മീ ഇൻ കമന്റ് സെക്ഷൻ. Okay, so that's all. Thank you guys.